ഞാൻ നിങ്ങളുടെ നവാബ് ഷൊർണൂർ. ഞാനിപ്പോ ഉള്ളത് കോട്ടയം ജില്ലയില് ഈരാറ്റുപേട്ട. നമ്മുടെ മക്കളുടെ കൂടെ. എല്ലാവരും ഹാപ്പി അല്ലേ? ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ. പ്രതീക്ഷ റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഉള്ളത് കേട്ടോ. ഇത് നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തിയത് ഒരു സഹോദരനാണ്. ആ സഹോദരനോട് ഒരുപാട് സ്നേഹം നമ്മൾ അറിയിക്കുകയാണ്. എല്ലാവരും നമ്മുടെ മക്കളെ, ഇതുപോലുള്ള മക്കളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമാണ് കേട്ടോ. എന്തായാലും നമ്മൾ ജില്ല മാറി നമ്മുടെ ഈ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ പോസ്റ്റ് ഇട്ടപ്പോൾ ആദ്യം നമ്മളെ കോണ്ടാക്ട് ചെയ്തത് ഈ സഹോദരനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ സഹോദരൻ കാരണം നമുക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ പറ്റി. ഒരുപാട് നല്ല മക്കൾ, നല്ല കഴിവുകളുള്ള മക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടീച്ചേഴ്സായാലും 2 ടീച്ചർമാരാണുള്ളത്. മക്കളെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. ഒരുപാട് മക്കളാണ് അവിടെ ഉള്ളത്. ഏകദേശം ഒരു 30 മക്കളടുത്തുണ്ട്. എന്തായാലും അവരുടെ ആ കളിയും ചിരിയുമായിട്ട് ഞങ്ങൾക്ക് സമയം പോയതേ അറിഞ്ഞില്ല. അവരെ ടീച്ചർമാരും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. നമ്മളെ കാണാന് ഇന്ന് ചേട്ടൻ വന്നത് ഒരുപാട് ദൂരത്തു നിന്നാ കേട്ടോ. നിങ്ങളെ കാണുവാനും നിങ്ങളുടെ കൂടെ സ്നേഹം പങ്കിടാനും നിങ്ങൾക്ക് ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം തരുവാനും ഒക്കെ ആയിട്ട് ചേട്ടൻ വന്നത്. അപ്പം നിങ്ങളെല്ലാം ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് സമയം പങ്കിടാം. ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് പ്രതീക്ഷ BRC ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ട നഗരസഭയുടെ കീഴിലാണ് ഈ സ്കൂൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ്. അതുകൊണ്ട് നമ്മൾ തൊഴിൽ പരിശീലനമാണ് ഇവിടെ കൊടുക്കുന്നത്. കുട്ടികളുടെ മാതാക്കൾക്ക് വേണ്ടി ഉപജീവനമാർഗം എന്ന നിലയിൽ നമ്മുടെ ഇവിടെ ചവിട്ടി നിർമ്മാണത്തിൻ്റെ ഗ്രൂപ്പ് ഒരു യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരു 10 കുട്ടികളും പാരൻസും കൂടെ ഉൾപ്പെട്ട് ചവിട്ടി നിർമ്മാണം നല്ല രീതിയിൽ തന്നെ പോകുന്നു. പിന്നെ പേപ്പർ പെന്ന് യൂണിറ്റ് ഉണ്ട്. പേപ്പർ പെന്ന് അത്യാവശ്യം മക്കളെല്ലാവരും കൂടി ഉണ്ടാക്കും. അത് നമ്മൾ വിറ്റ് അതിൻ്റെ ലാഭവിഹിതം നമ്മൾ ഇവരുടെ കുറച്ച് കുട്ടികളുടെ അക്കൗണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്. പിന്നെ കായികപരമായ കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ അവിടെ എല്ലാവരുടെ നല്ല രീതിയിൽ തന്നെ സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതുപോലെ ഇനിയും സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. ഓക്കെ.